ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ മോളെടുത്തിരുന്നതാണ് കേട്ടോ. എൻ്റെ മോളാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് തരുന്നത്. അവളാണ് ഇന്ന് എൻ്റെ ക്യാമറാമാൻ. പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചപ്പം പാത്രം കഴുകി വെച്ചിരുന്നത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റുകയാണ്. അത് മാറ്റി വെച്ചതിന് ശേഷം പാത്രം കുറച്ചുണ്ട് കേട്ടോ കഴുകാൻ. അതൊക്കെ കഴുകണം. വൈകുന്നേരത്തെ ഒരു വിശേഷമാണ് കേട്ടോ. പാത്രം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചായപാത്രങ്ങളൊക്കെയാണ് കേട്ടോ. വൈകുന്നേരം ചായ വെച്ച പാത്രങ്ങളൊക്കെയാണ്. അതെല്ലാം കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേനും ഇതിങ്ങനെ നല്ലോണം ഷെയ്ക്കാവുന്നത് കുഞ്ഞാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അവൾ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇപ്പം അടിച്ചു വരാൻ പോവാണ് കേട്ടോ. ഫുള്ളങ്ങ് അടിച്ച് വാരിയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടോ. അവൾ കൊണ്ടുവച്ച് പാവയൊക്കെയാണ് കേട്ടോ. അത് പാവ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കട്ടിൻ്റെ അടിയിലേക്ക് ഇടും കേട്ടോ. രാത്രിയിൽ കട്ടിൽ കിടക്കാൻ വേണ്ടി പാവയൊക്കെ എടുത്തിട്ട് വന്നിട്ട് എടുക്കുക. അപ്പോൾ കട്ടിൻ്റെ അടിയിലേക്ക് വീണത് പോയതാണ് കേട്ടോ അത്. അങ്ങനെ റൂമുകളും എല്ലാം അടിച്ചങ്ങ് എടുക്കുകയാണ്. ഫുള്ളൊന്ന് അടിച്ചു വരണം. ഇനി മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് അടിച്ചു വരണം കേട്ടോ. മുറ്റത്ത് കുറച്ച് ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് എടുക്കണം. വൈകുന്നേരങ്ങളിലാണ് ഞാൻ അങ്ങനെയൊക്കെ അതൊക്കെ അടിച്ചു വാരി എടുക്കുക കേട്ടോ. അപ്പോൾ അടിച്ചു വാരുന്നുണ്ട്. ഓരോ റൂമിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറ വെക്കാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ആയത്. സിറ്റ് ഔട്ടിലേക്ക് അടിച്ചൊക്കെ ഇറക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിനെ അടിച്ചിറക്കി കഴിഞ്ഞിട്ടാകുമ്പോഴത്തേനും കളവും മുറ്റം ചുറ്റിനും ഒക്കെ അടിച്ച് വൃത്തിയാക്കണം കേട്ടോ. ചുറ്റിനും ഫുള്ളായിട്ട് ഞാൻ അടിച്ച് വൃത്തിയാക്കണില്ല. ഞാൻ ബാക്ക് ഭാഗമൊക്കെ രാവിലെ ഒന്ന് അടിച്ച് വാരിയതാണ്. ഇനിയിപ്പോൾ മുന്നിൽ ഇച്ചിരി ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്തിട്ട് അടിച്ച് വാരണം. പിന്നെ ആ സമയത്ത് ചെരുപ്പൊക്കെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ അതെല്ലാം എടുത്തിട്ടൊന്ന് അടുക്കി വെക്കുകയാണ്. അടുക്കി വെച്ച് അടിക്കുകയാണ്. ഇത് ഞാനിപ്പോൾ വെച്ചത് എങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാലും ഇച്ചിരി കഴിയുമ്പോഴത്തേനും കുട്ടികളൊക്കെ വന്നിട്ടാകുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചെരുപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടും കേട്ടോ. എത്ര ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. ഇച്ചിരി സമയമേ നിൽക്കുള്ളൂ. അങ്ങനെ കളവെല്ലാം അടിച്ച് വരുന്നുണ്ട്. ഞാൻ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു കസേര വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയായിരുന്നേ. പക്ഷെ വണ്ടി മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടിച്ച് വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിതാ മാച്ചിയൊക്കെ എടുത്ത് വന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. മുറ്റത്ത് ഇച്ചിരി ഇലകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് അടിച്ച് വാരി എടുക്കാമെന്ന് കരുതിട്ടോ. 6 മണിയൊക്കെ ആവാനായി കേട്ടോ. അപ്പോൾ വേഗം അടിച്ച് വാരിയിട്ട് വിളക്കെത്തിക്കണേ. അപ്പോൾ അടിച്ച് വാരി കുളിക്കാമെന്ന് വിചാരിച്ചേ. കുഞ്ഞിനെയും കുളിപ്പിക്കണം. അപ്പോൾ 6 മണിയായി കേട്ടോ. അത് 6 മണീൻ്റെ ബസ്സാണ് ഇപ്പം അങ്ങോട്ട് പാസ്സായി പോയത് കേട്ടോ. 6 മണിക്ക് കൃത്യം അത് പാസ്സായി പോകും കേട്ടോ. അവള് കക്കൂസ് പോകണമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് ട്രൗസർ ഊരാൻ വേണ്ടിയിട്ട് നിന്നതാ. ഞാൻ പറഞ്ഞു അയ്യോ ട്രൗസർ ഊരല്ലേ, വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടു കേട്ടോ. അതിനിടയിൽ വന്നിട്ട് കോപ്രായം കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോൻ്റെ. ഞാൻ
എന്നിട്ട് കക്കൂസിൽ പോവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കേട്ടുമില്ല കേട്ടോ. അതിനിടയിൽ കക്കൂസ് വേണ്ട അമ്മയെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടാ. അതിൻ്റെ ഇടയിൽ ഓളും എന്തൊക്കെയോ കളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടുന്നൊക്കെ ഞാൻ അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് എടുത്ത് അടിച്ചു വാരി കളയാണ് കേട്ടോ ഞാൻ ചെയ്യുക. അടിച്ചു വാരി ഇതാ വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഞാൻ കസേര അവിടെ വെച്ചിരുന്ന കസേര എടുത്തിട്ട് വരികയാണ് കേട്ടോ മോൻ. എന്നെ കാണിക്കമ്മേ, വീഡിയോയിൽ എന്നെ കാണിക്കമ്മേ എന്നും പറഞ്ഞിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. പിന്നെ സോഫയിൽ ചാരി വെക്കുകയാണ് കേട്ടോ ഫോണ്. അപ്പോൾ കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ പോവുകയാണേ. കുഞ്ഞിനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചു കേട്ടോ. അപ്പോൾ അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ടേ എല്ലാ ദൈവങ്ങളെയും തൊട്ട് തലയിൽ വെക്കും കേട്ടോ. അതെപ്പോഴും ഉള്ള പതിവാണ്. എന്നിട്ട് കുറിയൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.